ഭൂമിയിൽ വെറും 33 വർഷം മാത്രം ജീവിച്ച ഒരു മനുഷ്യൻ ഇന്നും ലോകത്തിലെ ഏറ്റവും വലിയ സ്വാധീനമായി തുടരുന്നതെങ്ങനെയാണ്? എന്തുകൊണ്ടാണ് അദ്ദേഹം കൂടുതൽ കാലം ഇവിടെ തുടരാതിരുന്നത്? 30 വയസ്സുവരെ ഒരു സാധാരണ മരപ്പണിക്കാരനായി ജീവിച്ച അദ്ദേഹം വെറും 3.5 വർഷത്തെ പൊതുപ്രവർത്തനം കൊണ്ട് എങ്ങനെയാണ് ലോകത്തിന്റെ ചിന്താഗതികളെ മാറ്റിമറിച്ചത്? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം തേടണമെങ്കിൽ നമ്മൾ ആദ്യം ആ ജീവിതത്തിന്റെ തുടക്കം മുതൽക്കേ യാത്ര ചെയ്യേണ്ടതുണ്ട്. സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും ഈ മഹാചരിത്രം കേവലം ഒരു മതത്തിന്റെ കഥയല്ല, മറിച്ച് മനുഷ്യരാശിയുടെ മുഴുവൻ പ്രത്യാശയുടെ വിവരണമാണ്. ബെത്ലഹേമിലെ മഞ്ഞുവീണ ഒരു രാത്രിയിൽ ഒരു ദരിദ്രമായ കാലിത്തൊഴുത്തിൽ ജനിച്ച ആ ശിശു തന്റെ 33-ാം വയസ്സിൽ കുരിശിലേറ്റപ്പെടുമ്പോൾ അത് ലോകത്തിന്റെ അന്ത്യമല്ല, മറിച്ച് ഒരു പുതിയ യുഗത്തിന്റെ തുടക്കമായിരുന്നു. യേശുവിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതമായി പലരും കാണുന്നത് അദ്ദേഹത്തിന്റെ ജനനമാണ്. കന്യകയായ മറിയത്തിന് ദൈവപുത്രനായി പിറന്ന യേശുവിന്റെ ജനനം തന്നെ ഒരു പ്രവചനത്തിന്റെ പൂർത്തീകരണമായിരുന്നു. ഹെരോദാവ് രാജാവിന്റെ ക്രൂരതകളിൽ നിന്ന് രക്ഷപ്പെടാൻ ഈജിപ്തിലേക്ക് പലായനം ചെയ്യേണ്ടി വന്ന ആ കുടുംബത്തിന്റെ ജീവിതം കഷ്ടപ്പാടുകൾ നിറഞ്ഞതായിരുന്നു. പിന്നീട് നസ്രേത്ത് എന്ന കൊച്ചു ഗ്രാമത്തിൽ വളർന്ന യേശുവിന്റെ ബാല്യത്തെക്കുറിച്ച് ചരിത്രത്തിൽ വലിയ രേഖകളില്ല. എന്നാൽ 12-ാം വയസ്സിൽ ജെറുസലേം ദേവാലയത്തിൽ പണ്ഡിതന്മാരോട് തർക്കിക്കുന്ന ബാലനായ യേശുവിനെ നമ്മൾ കാണുന്നുണ്ട്. അവിടെ നിന്ന് തന്റെ 30-ാം വയസ്സുവരെയുള്ള നീണ്ട 18 വർഷങ്ങൾ യേശു എവിടെയായിരുന്നു? ഈ വർഷങ്ങളെ നിശബ്ദ വർഷങ്ങളെന്നാണ് വിളിക്കുന്നത്. ഈ കാലയളവിൽ അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനായി തന്റെ പിതാവിന്റെ മരപ്പണിയിൽ സഹായിച്ചും കുടുംബത്തോടൊപ്പം കഴിഞ്ഞും ഒരു സാധാരണ ജീവിതത്തിന്റെ എല്ലാ വശങ്ങളും അനുഭവിച്ചറിഞ്ഞു. ലോകത്തെ മുഴുവൻ ഭരിക്കാൻ അധികാരമുള്ള ഒരാൾ വെറും മരപ്പണിക്കാരനായി 30 വയസ്സുവരെ കാത്തിരുന്നു എന്നത് തന്നെ വലിയൊരു പാഠമാണ്. ഈ കാത്തിരിപ്പാണ് അദ്ദേഹത്തിന്റെ പക്വതയ്ക്കും പിൽക്കാലത്തെ വിപ്ലവകരമായ മാറ്റങ്ങൾക്കും അടിത്തറയിട്ടത്. എന്തുകൊണ്ടാണ് യേശു 30-ാം വയസ്സിൽ തന്റെ പ്രവർത്തനം ആരംഭിച്ചതും 33-ാം വയസ്സിൽ അത് അവസാനിപ്പിച്ചതും എന്നതൊരു പ്രധാന ചോദ്യമാണ്. പുരാതന യഹൂദ നിയമമനുസരിച്ച് ഒരാൾക്ക് പുരോഹിതനാകാനോ പൊതുസമൂഹത്തിൽ പ്രധാന പദവികൾ അലങ്കരിക്കാനോ ഉള്ള കൃത്യമായ പ്രായം 30 ആയിരുന്നു. യേശു ഒരു നിയമലംഘകനായിട്ടല്ല, മറിച്ച് നിയമങ്ങളെ പൂർത്തീകരിക്കാനാണ് വന്നത്. അതുകൊണ്ടുതന്നെ അദ്ദേഹം ആ പ്രായം വരെ ക്ഷമയോടെ കാത്തിരുന്നു. 30-ാം വയസ്സിൽ യോർദാൻ നദിയിൽ വെച്ച് യോഹന്നാൻ സ്നാപകനിൽ നിന്ന് സ്നാനം സ്വീകരിച്ചതോടെയാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ വിപ്ലവകരമായ 3.5 വർഷങ്ങൾ ആരംഭിക്കുന്നത്. സ്നാനത്തിനു ശേഷം 40 ദിവസം മരുഭൂമിയിൽ ഉപവസിച്ച അദ്ദേഹം സാത്താന്റെ പരീക്ഷകളെ അതിജീവിച്ചു. അവിടെ നിന്നാണ് ആത്മീയമായ കരുത്തോടെ അദ്ദേഹം ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നത്. 33 വർഷം എന്നതൊരു ചെറിയ കാലയളവാണെന്ന് നമുക്ക് തോന്നാം. എന്നാൽ ഒരു വിത്ത് മണ്ണിൽ വീണ് അഴുകി വലിയൊരു വൃക്ഷമായി മാറുന്നതുപോലെ ആ ചുരുങ്ങിയ കാലം കൊണ്ട് അദ്ദേഹം മനുഷ്യരാശിയുടെ പാപങ്ങൾക്ക് പരിഹാരമായി സ്വയം സമർപ്പിക്കാൻ പാകപ്പെട്ടു കഴിഞ്ഞിരുന്നു. യേശുവിന്റെ 3.5 വർഷത്തെ പൊതുജീവിതം അത്ഭുതങ്ങളുടെയും പുതിയ പാഠങ്ങളുടെയും ഒരു പരമ്പരയായിരുന്നു. അദ്ദേഹം ആദ്യം ചെയ്തത് 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുക എന്നതായിരുന്നു. സാധാരണക്കാരായ മീൻപിടുത്തക്കാരെയും നികുതി പിരിവുകാരെയും തന്റെ ദൗത്യത്തിനായി തിരഞ്ഞെടുത്തതിലൂടെ മാറ്റം വരുന്നത് സാധാരണക്കാരിൽ നിന്നാണെന്ന് അദ്ദേഹം ലോകത്തിന് കാട്ടിക്കൊടുത്തു. ഗലീലയിലെ കാനായിൽ നടന്ന വിവാഹവിരുന്നിൽ വെള്ളം വീഞ്ഞാക്കി മാറ്റിയതായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ അത്ഭുതം. പിന്നീട് അത് തുടർച്ചയായൊരു പ്രവാഹമായിരുന്നു. കുഷ്ഠരോഗികളെ തൊട്ടു സൗഖ്യമാക്കിയും അന്ധർക്ക് കാഴ്ച നൽകിയും തളർവാദം പിടിച്ചവരെ നടത്തിച്ചും അദ്ദേഹം ഗ്രാമങ്ങൾ തോറും സഞ്ചരിച്ചു. അക്കാലത്ത് പാപികളായി മുദ്രകുട്ടി മാറ്റി നിർത്തപ്പെട്ടവരുടെ കൂടെയിരുന്ന് ആഹാരം കഴിച്ച യേശു വലിയൊരു സാമൂഹിക വിപ്ലവകാരി കൂടിയായിരുന്നു. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ കല്ലെറിയാൻ വന്നവരോട് നിങ്ങളിൽ പാപം ചെയ്യാത്തവർ ആദ്യം കല്ലെറിയട്ടെ എന്ന് പറഞ്ഞതിലൂടെ നീതിയുടെയും കരുണയുടെയും പുതിയൊരു തലം അദ്ദേഹം തുറന്നു നൽകി. മതനേതാക്കൾ നിയമങ്ങളെയും ആചാരങ്ങളെയും മാത്രം മുറുകെ പിടിച്ചപ്പോൾ യേശു സ്നേഹത്തിനു പ്രാധാന്യം നൽകി. നിന്റെ അയൽക്കാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക എന്ന അദ്ദേഹത്തിന്റെ ഉപദേശം ലോകത്തിലെ ഏറ്റവും വലിയ പ്രമാണമായി മാറി. പ്രസംഗത്തിലൂടെ അദ്ദേഹം നൽകിയ 8 ഭാഗ്യവചനങ്ങൾ ലോകത്തിലെ ഏതൊരു തത്വചിന്തയേക്കാളും ഉന്നതമായിരുന്നു. ദരിദ്രരും ദുഃഖിക്കുന്നവരും സൗമ്യതയുള്ളവരും ദൈവത്തിന്റെ മക്കളാണെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. വെറും പ്രസംഗങ്ങൾ മാത്രമല്ല, തന്റെ പ്രവൃത്തിയിലൂടെ അദ്ദേഹം അത് തെളിയിച്ചു. 5 അപ്പവും 2 മീനും കൊണ്ട് 5000-ലധികം ആളുകളെ തൃപ്തപ്പെടുത്തിയ അത്ഭുതം അദ്ദേഹത്തിന്റെ കരുണയുടെ അടയാളമായിരുന്നു. കടലിനു മുകളിലൂടെ നടന്നതും കാറ്റിനെയും തിരമാലകളെയും ശാന്തമാക്കിയതും പ്രകൃതിയുടെ മേൽ അദ്ദേഹത്തിനുള്ള അധികാരത്തെ കാണിക്കുന്നു. എന്നാൽ ഇത്രയേറെ ശക്തിയുണ്ടായിരുന്നിട്ടും ഒരിക്കൽ പോലും അദ്ദേഹം അത് സ്വന്തം നേട്ടത്തിനു വേണ്ടി ഉപയോഗിച്ചില്ല എന്നതാണ് യേശുവിനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. യേശുവിന്റെ ജീവിതം 33-ാം വയസ്സിൽ അവസാനിക്കാനുള്ള മറ്റൊരു കാരണം പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് പ്രവചന്മാർ പറഞ്ഞിരുന്ന കാര്യങ്ങൾ യേശുവിന്റെ ജീവിതത്തിൽ ഓരോന്നായി സംഭവിച്ചു. അദ്ദേഹം എങ്ങനെ ജനിക്കുമെന്നും എങ്ങനെ മരിക്കുമെന്നും എന്തിനുവേണ്ടി മരിക്കുമെന്നും ബൈബിൾ പഴയ നിയമത്തിൽ വ്യക്തമായി പറഞ്ഞിരുന്നു. ഈ ദൗത്യം പൂർത്തിയാക്കാൻ അദ്ദേഹമെടുത്ത സമയം കൃത്യമായിരുന്നു.
തന്റെ ജനനത്തിന്റെ ലക്ഷ്യം ലോകത്തെ രക്ഷിക്കുക എന്നതായിരുന്നു. ആ ലക്ഷ്യത്തിലേക്കുള്ള വഴി കഷ്ടപ്പാടുകളുടേതാണെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ലാസറിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചതോടെ യേശുവിന്റെ ജനപ്രീതി വർദ്ധിച്ചു. അത് മതനേതാക്കളുടെ അസൂയയ്ക്ക് കാരണമായി. അവർ അദ്ദേഹത്തെ കൊല്ലാൻ പദ്ധതിയിട്ടു. തന്റെ മരണം അടുത്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ യേശു അവസാനമായി തന്റെ ശിഷ്യന്മാരോടൊപ്പം ഒരു അത്താഴം കഴിച്ചു. അതാണ് അന്ത്യ അത്താഴം എന്നറിയപ്പെടുന്നത്. അവിടെ വെച്ച് അദ്ദേഹം തന്റെ ശരീരത്തെയും രക്തത്തെയും അപ്പവും വീഞ്ഞായും ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് പുതിയൊരു ഉടമ്പടി സ്ഥാപിച്ചു. ഗെത്സമനെ തോട്ടത്തിൽ വെച്ച് അദ്ദേഹം അനുഭവിച്ച മാനസിക വേദന വിവരിക്കാനാവാത്തതാണ്. തന്റെ മേൽ വരാനിരിക്കുന്ന ലോകത്തിന്റെ മുഴുവൻ പാപഭാരവും ഓർത്ത് അദ്ദേഹം രക്തം വിയർത്തു. എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പിതാവായ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹം മരണത്തെ സ്വീകരിക്കാൻ തയ്യാറായി. തന്റെ ശിഷ്യനായ യൂദാസ് തന്നെ ഒരു ചുംബനത്തിലൂടെ ഒത്തിക്കൊടുത്തപ്പോൾ പോലും യേശു അവനെ സ്നേഹിത എന്നാണ് വിളിച്ചത്. അന്യായമായ വിചാരണകൾക്കും ക്രൂരമായ പീഡനങ്ങൾക്കും അദ്ദേഹം വിധേയനായി. ചമ്മട്ടിയടിയേറ്റും മുൾക്കിരീടം ധരിപ്പിച്ചും അദ്ദേഹം പരിഹസിക്കപ്പെട്ടു. എന്നിട്ടും ആ മുഖത്ത് സ്നേഹവും സമാധാനവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സ്വന്തം കുരിശും ചുമന്ന് അദ്ദേഹം കാൽവരി മലയിലേക്ക് നടന്നു. അവിടെ വെച്ച് 2 കള്ളന്മാരുടെ നടുവിൽ അദ്ദേഹം ക്രൂശിക്കപ്പെട്ടു. കുരിശിൽ കിടക്കുമ്പോഴും തന്നെ ദ്രോഹിച്ചവർക്കായി അദ്ദേഹം പ്രാർത്ഥിച്ചു. ഇതൊക്കെയും പൂർത്തിയായി എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തന്റെ ആത്മാവിനെ സമർപ്പിച്ചു. ആ 33 വർഷത്തെ ജീവിതം അവിടെ അവസാനിച്ചു എന്ന് ശത്രുക്കൾ കരുതി. എന്നാൽ യേശുവിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം തുടങ്ങുന്നത് അദ്ദേഹത്തിന്റെ മരണശേഷമാണ്. 3-ാം ദിവസം അദ്ദേഹം ഉയർത്തെഴുന്നേറ്റു എന്നത് കേവലം ഒരു വിശ്വാസമല്ല, മറിച്ച് ക്രിസ്തുമതത്തിന്റെ അടിസ്ഥാനശിലയാണ്. മരണത്തെ ജയിച്ച യേശു തന്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുകയും അവർക്ക് ലോകമെങ്ങും സുവിശേഷം അറിയിക്കാനുള്ള അധികാരം നൽകുകയും ചെയ്തു. എന്തുകൊണ്ടാണ് അദ്ദേഹം 33 വർഷം മാത്രം ജീവിച്ചത് എന്ന ചോദ്യത്തിനുള്ള ഏറ്റവും വലിയ ഉത്തരം ആ കുറഞ്ഞ കാലയളവിൽ അദ്ദേഹം നിത്യതയിലേക്കുള്ള വഴി തുറന്നു എന്നതാണ്. ഒരാൾ എത്ര കാലം ജീവിച്ചു എന്നതിലല്ല, ആ ജീവിതം മറ്റുള്ളവർക്ക് എത്രമാത്രം ഉപകരിച്ചു എന്നതിലാണ് കാര്യം. യേശുവിന്റെ 33 വർഷം ലോകത്തെ രണ്ടായി തിരിച്ചു. അദ്ദേഹത്തിന് മുൻപുള്ള ലോകവും അദ്ദേഹത്തിന് ശേഷമുള്ള ലോകവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അടിമത്വത്തിൽ നിന്നും പാപത്തിൽ നിന്നും മനുഷ്യന് മോചനം നൽകുന്ന ഒരു വലിയ പ്രസ്ഥാനമായി അദ്ദേഹത്തിന്റെ ചിന്തകൾ പടർന്നു പന്തലിച്ചു. യേശുവിന്റെ ജീവിതം നമുക്ക് നൽകുന്ന സന്ദേശം വളരെ ലളിതമാണ്. സ്നേഹം കൊണ്ട് ലോകത്തെ കീഴടക്കുക. അദ്ദേഹം ഒരു സൈന്യത്തെയും നയിച്ചില്ല, പക്ഷെ കോടിക്കണക്കിന് ആളുകൾ അദ്ദേഹത്തിന്റെ വാക്കുകൾക്കായി ഇന്നും കാതോർക്കുന്നു. അദ്ദേഹം ഒരു പുസ്തകവും എഴുതിയില്ല, പക്ഷെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന പുസ്തകം അദ്ദേഹത്തെക്കുറിച്ചുള്ളതാണ്. അദ്ദേഹം ഒരു കൊട്ടാരവും നിർമ്മിച്ചില്ല, പക്ഷെ കോടിക്കണക്കിന് ആളുകളുടെ ഹൃദയങ്ങളിൽ അദ്ദേഹം വസിക്കുന്നു. 33 വർഷം എന്നതൊരു തികഞ്ഞ സംഖ്യയായി കണക്കാക്കപ്പെടുന്നു. ദൈവത്തിന്റെ സമയം എപ്പോഴും കൃത്യമാണ്. ആ സമയത്തിനുള്ളിൽ അദ്ദേഹം മനുഷ്യനായി ജനിച്ചു, സാധാരണക്കാരനായി വളർന്നു, ദൈവത്തിന്റെ വചനം പ്രചരിപ്പിച്ചു, അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു, ഒടുവിൽ മനുഷ്യവർഗത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ചു. അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളും ഓരോ പ്രവൃത്തിയും ഇന്നും പ്രസക്തമാണ്. ആധുനിക ലോകം നേരിടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും യേശുവിന്റെ സ്നേഹത്തിന്റെ പാഠങ്ങളിൽ ഉത്തരമുണ്ട്. ക്ഷമിക്കാനും സ്നേഹിക്കാനും സഹായിക്കാനും പഠിപ്പിച്ച ആ 33 വർഷങ്ങൾ ലോകമുള്ള കാലത്തോളം സ്മരിക്കപ്പെടും. ആ ജീവിതം ഒരു വലിയ ദൗത്യമായിരുന്നു. ആ ദൗത്യം അദ്ദേഹം പരിപൂർണമായി പൂർത്തിയാക്കി. ഇന്നും യേശു ജീവിക്കുന്നത് പള്ളികളിലോ പുസ്തകങ്ങളിലോ മാത്രമല്ല, മറിച്ച് വിശക്കുന്നവന് ആഹാരം നൽകുന്നവന്റെയും വേദനിക്കുന്നവനെ ആശ്വസിപ്പിക്കുന്നവന്റെയും സ്നേഹമുള്ള ഹൃദയങ്ങളിലാണ്. ആ സ്നേഹത്തിന്റെ പ്രകാശം എന്നും നമുക്ക് വഴികാട്ടിയായി നിലകൊള്ളും.